2024 ജൂലൈ 30 അർദ്ധരാത്രി വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം എന്നീ ഗ്രാമപ്രദേശങ്ങളിലുണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ 450-ലധികം മനുഷ്യജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ചില കുടുംബങ്ങളൊക്കെ ഒന്നാകെ തന്നെ ഈ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായി. ഇത്രയും വലിയ നാടിനെ നടുക്കിയ ഈ ദുരന്തത്തിൽ വളരെ ഫലപ്രദമായി തന്നെ നമുക്ക് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിച്ചു. പിന്നീട് ഈ ദുരന്തത്തിൽ അവശേഷിച്ച മനുഷ്യരെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ സർക്കാരിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചുമതല. അത് ഭംഗിയായി തന്നെ സർക്കാർ നിറവേറ്റുകയും ചെയ്തു. അവരുടെ താൽക്കാലിക പുനരധിവാസത്തിന് വീട്ടുവാടകയായി 10,000 രൂപ മുതൽ അനേകം രീതിയിൽ സഹായധനം നൽകിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ 2 വർഷം അവരെ സർക്കാർ സംരക്ഷിച്ചത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലും അർഹമായ സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നില്ല. ഈ സാമ്പത്തിക പരിമിതിക്കുള്ളിലും അനേകം പേരുടെ വായ്പകൾ എഴുതിത്തള്ളിയും അതുപോലെ അവരുടെ താമസ സൗകര്യവും ഭക്ഷണവും ഉറപ്പാക്കിയിട്ട് ഇപ്പോൾ 2 വർഷമാവുന്നു. അവർക്കെല്ലാം തന്നെ പുനരധിവാസത്തിനായിട്ട് അനേകം സ്ഥലങ്ങൾ പരിഗണിക്കുകയും ഏറ്റവും അനുയോജ്യമായ സ്ഥലം കൽപ്പറ്റ ടൗണിനടുത്ത് തന്നെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ കണ്ടെത്തുകയും അവിടെ അവർക്കെല്ലാം തന്നെ വീട് വെച്ച് നൽകാനുള്ള പദ്ധതി സർക്കാർ തയ്യാറാക്കുകയും ചെയ്തു. അതിൻ്റെ ആദ്യഘട്ടം 178 വീടുകൾ പൂർത്തിയാവുകയും ദുരന്തബാധിതരിൽ നിന്ന് നറുക്കെടുപ്പ് വഴി ലഭിച്ച 178 പേർക്ക് ഈ ഭൂമി കഴിഞ്ഞ ദിവസം കൈമാറുകയും ചെയ്തു. അത് സർക്കാരിൻ്റെ വലിയൊരു നേട്ടം തന്നെയാണ്. ഓരോ കുടുംബത്തിനും താമസിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വീടുകൾ തന്നെയാണ് സർക്കാർ വെച്ച് നൽകിയത്. അതിൻ്റെ താക്കോൽ കൈമാറ്റ ദാനം അങ്ങേയറ്റം സന്തോഷപ്രദവും അതേസമയം തന്നെ അങ്ങേയറ്റം ദുഃഖകരവുമായിരുന്നു. ഈ ദുരന്തത്തിൽ വിട പറഞ്ഞ സ്വന്തം കുടുംബാംഗങ്ങളെ ഓർത്തുകൊണ്ടാണ് ഓരോ വീട് ലഭിച്ച ആളുകളും ഈ വീടുകൾ ഏറ്റുവാങ്ങിയത്. അവരെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനും ഈ വീടുകളുടെ കൈമാറ്റ ചടങ്ങുകൾക്ക് തയ്യാറായത്. 2 രീതിയിൽ ഈ സംഭവത്തെ നമുക്ക് കാണാം. ദുരന്തങ്ങൾ എങ്ങനെയാണ് തലേ ദിവസം വരെ അല്ലെങ്കിൽ ദുരന്തം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തെ സാമൂഹ്യ ബന്ധങ്ങളും മനുഷ്യജീവനുകളും ജീവനോപാധികളും പൂർണ്ണമായി നശിപ്പിക്കുന്നത്. അങ്ങേയറ്റം ഖേദകരമായിരുന്നു നമ്മൾ ഉരുൾപൊട്ടലിൽ ചുരൽമലയിൽ കണ്ട ഓരോ കാഴ്ചകളും. പലരുടെയും ഹൃദയങ്ങൾ പോലും നമുക്ക് കണ്ടെടുക്കാനായില്ല. പക്ഷേ വളരെ ശ്രമിച്ചുകൊണ്ട് ഈ മരിച്ച ആളുകളുടെ അവശിഷ്ടങ്ങൾ തന്നെ കണ്ടെടുത്ത് അവക്കെല്ലാം തന്നെ പൂർണ്ണമായ ഒരു സംസ്കാരം സർക്കാർ ഉറപ്പുവരുത്തി. അതിനുശേഷം ഈ 2 വർഷത്തിനകത്ത് ഇപ്പോഴിതാ ഈ വീടുകളിൽ ഒരു വലിയ വിഭാഗം പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു. ഇനി ബാക്കിയുള്ള വീടുകളും 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി നൽകും എന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ പ്രഖ്യാപിച്ചത്. ഈ പ്രവർത്തനം എത്രത്തോളം കൂട്ടായ്മയോടുകൂടിയാണ് സർക്കാർ ഈ കാര്യത്തിൽ, ഈ ദുരന്തം സംഭവിച്ചവരുടെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ചത് എന്ന് വ്യക്തമാക്കുന്നു. നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, ഇതെല്ലാം തന്നെ ഈ കേരള സർക്കാരിൻ്റെ സ്വന്തം ഫണ്ടുകളിൽ നിന്നാണ് ഈ വക കണ്ടെത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ഉദാരമതികളായിട്ടുള്ള ആളുകൾ നൽകിയ സംഭാവനകളും
സർക്കാരിൻ്റെ പണവും ചേർത്താണ് ഈ പുനരധിവാസം സാധ്യമാക്കിയിരിക്കുന്നത്. ഇത് ഒരു മാതൃകയാണ്. ഇത് കേരളത്തിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പുനരധിവാസ പ്രവർത്തനമാണ് വയനാട്ടിൽ നടന്നത്. ഇതിന് മുൻകൈയെടുത്ത എല്ലാവരെയും നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഈ പുനരധിവാസം യാഥാർത്ഥ്യമാക്കിയ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനെ ഇക്കാര്യത്തിൽ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ എന്നും മാതൃകയാക്കണം.